അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആ ആക്സിഡൻറ്റിന് ശേഷം ഷമ്മാസ് അതാ ഇന്ന് ആദ്യമായി ഷോപ്പിലേക്ക് പോവുകയാണ്. സുബഹിക്ക് പള്ളിയിൽ പോയി ഉസ്താദിനോട് ഒരുപാട് സംസാരിച്ചു. ഉസ്താദ് പറഞ്ഞു, ഷമ്മാസ് എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. പിന്നെ പടച്ച റബ്ബ് കാത്തല്ലോ. ഇതിനേക്കാളും വലിയ അപകടങ്ങളൊക്കെ വന്നു പോയാൽ എന്തിനു നന്ന്. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ ഉമ്മയുടെ പ്രാർത്ഥനയായിരിക്കും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തിയത്. സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ എനിക്കാകെ വിഷമമായിരുന്നു. അതായത് മിണ്ടാനും കഴിയുന്നില്ല, എണീറ്റ് നിൽക്കാൻ കഴിയുന്നില്ല, ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ മസ്തിഷ്കത്തിനൊക്കെ ക്ഷതമേറ്റാൽ അതല്ല അതിനപ്പുറം ഉണ്ടാവും. എത്രയോ ആളുകൾ ഇപ്പോഴും ഓർമ്മയില്ലാതെ ജീവിക്കുന്നു. എന്തായാലും പടച്ച റബ്ബ് കാത്തു എന്ന് പറയാം. നമുക്ക് പഠിച്ചവനോട് 1000 വട്ടം സ്തുതിച്ചാലും മതിയാവില്ല. ഉസ്താദേ, എന്താ ചെയ്യുക, ഒരിക്കലും ഞാൻ ഇത് ഒട്ടും കരുതിയതല്ല. ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പോയതാണ്. ഷമ്മാസ്, നിൻ്റെ മനസ്സ് പടച്ച റബ്ബ് കാണുന്നുണ്ട്. അതായത് നീ പൊതുവേ അങ്ങനെ ഒരാളെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ലല്ലോ. എല്ലാവർക്കും നീ നിന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ പടച്ചവൻ്റെ സഹായം നിനക്കുണ്ടാകും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ രക്ഷപ്പെട്ടത്. ഷമ്മാസ്, സാരല്ല, എന്തായാലും ഈ ഒരു രീതിയിലായല്ലോ. ഇനി നമുക്ക് കാര്യങ്ങളൊക്കെ പെട്ടെന്നുണ്ട് റാഹത്തോടെ ചെയ്യാം. അതായിരിക്കും നല്ലത്. ഉസ്താദേ, കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച രീതിയിലല്ല പോയത്. എന്തു പറ്റി ഷമ്മാസ്? ഹേയ്, അങ്ങനെയല്ല. എന്താ എനിക്കറിയുന്നില്ല. പക്ഷേ എനിക്ക് അവളോടൊട്ടും സ്നേഹം കുറഞ്ഞിട്ടൊന്നുമില്ല. ഷമ്മാസ്, നിങ്ങളെന്താ പറയുന്നത്? പറയൂ. ഉസ്താദേ, ഒരു പക്ഷേ പടച്ചവൻ വിചാരിക്കുന്നതായിരിക്കും നമുക്ക് നൽകുക. ഈ ഒരു കാര്യത്തിൽ എൻ്റെ ഉമ്മാക്ക് നല്ല സന്തോഷമായിട്ടുണ്ട്. അതെന്താ മോനെ? അതായത് എൻ്റെ ഉമ്മ ഒരു പക്ഷേ ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും സ്നേഹിച്ചത് ഒരു പെണ്ണിനെയായിരുന്നു. പെണ്ണിനെയോ എനിക്ക് മനസ്സിലാകുന്നില്ല. അതെ, എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ജ്യേഷ്ഠൻ, നിനക്ക് 2 ജ്യേഷ്ഠന്മാരല്ലേ? ഒന്ന് ഫൈസലും നവാസും. അവരൊന്നും കാണാറന്നില്ല. നവാസ് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അതെ, അതിൽ ഫൈസൽ എന്ന് പറഞ്ഞ എൻ്റെ ജ്യേഷ്ഠൻ്റെ ആദ്യ ഭാര്യയെ എൻ്റെ ഉമ്മാക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. എന്താണെന്നറിയില്ല, അവളുടെ ആ ഒരു സ്വഭാവവും സഹകരണവും എല്ലാം കൊണ്ടും ഒത്തിരി ഇഷ്ടം. അത് സത്യം പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠൻ അവളെ ഡൈവേഴ്സ് ചെയ്തപ്പോഴും ഉമ്മ വല്ലാതെ അങ്ങ് വേദനിച്ചു. ഒരുപാട് വേദനിച്ചു. പഠിച്ച റബ്ബിനോട് കണ്ണീരോട് പ്രാർത്ഥിച്ചു. പലപ്പോഴും എന്നോട് പറയും അവളെക്കുറിച്ച്, മോനെ അവൾ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു. ഞാൻ ഉമ്മയോട് പറഞ്ഞ് സമാധാനിപ്പിക്കും. ഉമ്മ, അതൊന്നും സാരമില്ല, എല്ലാം അള്ളാഹു വിധിച്ച പോലല്ലേ നടക്കുള്ളൂ. ഒരു പക്ഷേ ഇത്താത്തക്ക് ഇവിടെയുള്ള ജീവിതം ഹയറായിരിക്കില്ല, അവിടെയായിരിക്കും എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും ഹയറായ ജീവിതം. അതുകൊണ്ടായിരിക്കും അവർ പെട്ടെന്ന് ഇവിടുന്ന് പോകേണ്ടി വന്നത്. സാരല്ലമ്മ. മോനെ, എന്നാലും എൻ്റെ മക്കൾ വരെ എന്നെ അങ്ങനെ സ്നേഹിച്ചിട്ടില്ല. അത്രക്കും സ്നേഹനിധിയായ ഒരു മകളായിരുന്നു അവൾ എന്നൊക്കെ എൻ്റെ ഉമ്മ എന്നോടെപ്പോഴും പറയുമായിരുന്നു. ഉസ്താദേ, ഇതിപ്പോൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, രോഗി ഇച്ഛിച്ചതും പാല്, വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന്. അതായത് രോഗിക്ക് ഇഷ്ടം എന്നും പാലാണ്, പാല് കുടിക്കാനാണ് ഇഷ്ടം. വൈദ്യൻ പറഞ്ഞതും അതുതന്നെയാണ്, പാല് കുടിക്കണമെന്ന്. അതുപോലെയായി. മോനെ, എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് ശരിക്ക് ഉസ്താദെ പറയാം. ഞാൻ സ്നേഹിച്ചിരുന്ന ആ ഹിജാബി, അവളെൻ്റെ ജ്യേഷ്ഠൻ്റെ ആദ്യ ഭാര്യയായിരുന്നു, നുസൈബ. സുബ്ഹാനല്ലാ, ഉസ്താദിന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. മാഷാ അല്ലാ. മോനെ, എന്തൊരു അത്ഭുതകരമായ വാർത്തയാണിത്. അതിനെന്താ മോനെ? അല്ല ഉസ്താദേ, ഞാൻ ഒരിക്കലും അറിഞ്ഞില്ല എൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയാണ് ഞാൻ സ്നേഹിക്കുന്നത് എന്നതിനെ കുറിച്ച്. ഒരിക്കലും അറിഞ്ഞില്ല. ഒരു വട്ടമെങ്കിലും ഉമ്മ അവളെ കണ്ടിരുന്നെങ്കിൽ മനസ്സിലാക്കിയിരുന്നു. പക്ഷെ അതും കണ്ടില്ല. ഞങ്ങൾ കാണാൻ വേണ്ടി പോകാൻ നിൽക്കല്ലേ. ഷമ്മാസ്, നിനക്കതിൽ വല്ല പ്രയാസമുണ്ടോ? ആദ്യമായി കേട്ടപ്പോൾ ഒരു ഷോക്കായിരുന്നു. പക്ഷേ എൻ്റെ ഹിജാബിയാണല്ലോ, അവളെ ഞാൻ അത്യധികം സ്നേഹിക്കുന്ന പെണ്ണാണല്ലോ. അതിനെന്താ, എൻ്റെ ജ്യേഷ്ഠൻ വിവാഹം കഴിച്ച് ഒഴിവാക്കിയതല്ലേ അവളെ. അപ്പോൾ പിന്നെ എനിക്ക് തെറ്റില്ലല്ലോ അവൾ സ്നേഹിക്കുന്നതിൽ. അവൾ
എൻ്റെ ഭാര്യയാകാൻ ഏറ്റവും മികച്ചത് അവൾ തന്നെയാണെന്ന് എനിക്ക് തോന്നി. കാരണം എൻ്റെ ഉമ്മാക്ക് അവളെ വളരെയധികം ഇഷ്ടമായിരുന്നു. ഉമ്മയുടെ സന്തോഷത്തിന് നിന്ന് കഴിഞ്ഞാൽ ഉസ്താദേ, അതിൻ്റെ പ്രതിഫലം മോനെ ജസാക്കല്ലാ. ശരിക്കും ഉമ്മയുടെ സന്തോഷങ്ങൾക്ക് നിന്ന് കൊടുത്താൽ അതിൻ്റെ പ്രതിഫലം പടച്ച റബ്ബ് തരും മോനെ. അതിൽ നിന്ന് ഒട്ടും നീ വ്യതിചരിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ഏറ്റവും അർഹയായ പെണ്ണ് അവൾ തന്നെയാണ്, നുസൈബ എന്നു പേരുള്ള അവൾ. ഭാഗ്യമാണെന്ന് വിചാരിച്ചാൽ മതി. നിനക്ക് നിൻ്റെ ഉമ്മയുടെ കാര്യത്തിൽ സന്തോഷിപ്പിക്കാനായല്ലോ. മറ്റത് മക്കളെ കൊണ്ട് ദുഃഖം അനുഭവിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ടാവും. ഇതിപ്പോൾ സന്തോഷമായില്ലടാ. ഉമ്മക്ക് ഇഷ്ടപ്പെട്ട മരുമകളെ തന്നെ നീ കണ്ടുപിടിച്ചു. എന്തൊരു അത്ഭുതമാണ്, എനിക്കൊന്നും അറിയുന്നില്ല. അതായത് നിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയായി നിൻ്റെ വീട്ടിൽ നിന്നിരുന്നു എന്ന് പറഞ്ഞു. അവരെ ഡൈവേഴ്സ് ചെയ്തു ജ്യേഷ്ഠൻ. ഓക്കെ, അതിനുശേഷിതാ സ്വന്തം മനിയൻ ആ പെണ്ണിനെ തന്നെ സ്നേഹിക്കുന്നു അറിയാതെ. അതിൽ വല്ലാത്തൊരു അത്ഭുതം തന്നെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് അല്ലേ? ശുക്രൻ, അള്ളാഹുവിനോട് നീ നന്ദി ചെയ്യേ. പടച്ച റബ്ബ് നിങ്ങളുടെ വിവാഹ ജീവിതം റാഹത്തിലാക്കി തരട്ടെ. ആ ദാമ്പത്യ വല്ലരി സന്തോഷത്തിലാക്കി തീർക്കട്ടെ. ആമീൻ. മോനെ, എനിക്ക് കിട്ടിയ ഭാഗ്യമാണ് അവളെന്ന് വിചാരിച്ചോ. എത്രയും പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കടക്കുക, അതുപോലെ തന്നെ സംഗതികളൊക്കെ എളുപ്പമാക്കുക. ഇനി അതാണ് ശ്രമം. പിന്നെ ഉസ്താദെ, ഞാൻ എൻ്റെ ഉപ്പയുടെ അടുക്കലൊന്ന് പോയിട്ട് വരാം. അത് പറയുമ്പോൾ തന്നെ ഷമ്മാസ് വിതുമ്പുന്നുണ്ടായിരുന്നു. ഹേയ്, എന്താടാ, സന്തോഷത്തോടെയുള്ള വാർത്ത പറയാനല്ലേ ഉപ്പയുടെ അടുക്കിലേക്ക് പോകുന്നത്? പുലർച്ചെ ആ ഖബർസ്ഥാനിലേക്ക് അതാ ഷമ്മാസ് നടന്നു പോകുന്നു. ഉസ്താദ് അവനെ നോക്കി നിന്നു. മാഷാ അല്ലാ, എത്രമാത്രം മിടുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ. ആ തൂവെള്ള വസ്ത്രവും തലയിൽ തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ എന്തൊരു റാഹത്താണ് കാണാൻ വേണ്ടിയിട്ട്. വല്ലാത്തൊരു ഭംഗിയുള്ള ഇടുപ്പും നടപ്പുമെല്ലാം. ഏത് രീതിയിലുള്ള ഹൂതാണ് ഇവൻ യൂസ് ചെയ്യുന്നത് അറിയുന്നില്ല. അവൻ അടുത്തുകൂടെ പോകുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെല്ലാണ്. പടച്ച റബ്ബേ, ഓരോരുത്തർക്ക് ഓരോ നിയമത്തുകൾ നൽകുകയാണ് നീയെ. എന്തൊരു ഭംഗിയാണ് ആ ചെറുപ്പക്കാരൻ നടന്നു പോകുന്നത് കാണാൻ തന്നെ. ശരിക്കും ആരും നോക്കി നിന്ന് പോവും. അത് മറ്റൊന്നുകൊണ്ടുമല്ല, ഈമാനിൻ്റെ ശക്തിയാണ്. അവൻ്റെ ഈമാൻ അത്രക്കും ബലമുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവന് പറ്റിയ ആക്സിഡൻറ്റ് അതൊക്കെ അവനൊരു പക്ഷേ വിശദീകരിച്ച് പറയുമായിരുന്നു. പക്ഷേ അതെല്ലാം അവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അതൊന്നും സാരമില്ല, പടച്ച റബ്ബിൻ്റെ വിധി. അല്ലാതെ കേസും കൂട്ടായിട്ട് മുന്നോട്ട് പോവുക, അതൊന്നും അവൻ ചെയ്യുന്നേ ഇല്ല. ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അവൻ പറഞ്ഞത് ക്ഷമയുള്ളവരുടെ കൂടെയാണ് അള്ളാഹു എന്നാണ്. ഷമ്മാസദ ഉപ്പയുടെ ഖബറിനടുത്തെത്തി. ഉപ്പയുടെ ഖബറിനടുത്ത് വല്ലാതെ അങ്ങ് പുല്ല് മുളച്ചിരിക്കുന്നു. അത് കണ്ടപ്പോൾ ഷമ്മാസിൻ്റെ ഹൃദയം പൊട്ടി. കാരണം കഴിഞ്ഞ മാസം വന്ന് നന്നാക്കിയതാണ്. അതിനിടയ്ക്ക് എനിക്കൊന്നിനും കഴിഞ്ഞില്ല. ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഉമ്മ എന്നെ പുറത്തിറങ്ങാനും സമ്മതിച്ചില്ല. ഇന്നാണിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ സമ്മതിച്ചത്. കാരണം ഉമ്മക്കറിയാം, മോനെ, എൻ്റെ കുട്ടി അത്ര വലിയ ഡേഞ്ചർ ആക്സിഡൻറ്റിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതാണ്. അപ്പം എൻ്റെ മോനെ റെസ്റ്റ് എടുക്കാതെ ഇപ്പോൾ തന്നെ നീ പുറത്ത് പോകണ്ട എന്ന് ഉമ്മയുടെ ആ നിർദ്ദേശപ്രകാരം അവിടെ നിന്നു. അല്ലെങ്കിലും പെറ്റ വേദനല്ലേ, ആ വേദന അറിയുള്ളൂ. ഖബറിൽ കൂടിക്കിടക്കുന്ന ആ പുല്ല് അതതാ ഷമ്മാസ് എല്ലാം പറിച്ചെടുക്കുന്നു. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. വിതുമ്പുന്ന മനസ്സോടെ അത് ഷമ്മാസ് പറയുന്നു. അള്ളാഹുവേ, ഈ ഖബറിടത്തിൽ കിടക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട പിതാവാണ്, എൻ്റെ പൊന്നുപ്പയാണ്. എനിക്ക് കൊതി തീരാതെ എന്നെ വിട്ടുപോയ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പയാണ്. അള്ളാഹുവേ, എൻ്റെ ഉപ്പയുടെ ഖബറിടം വിശാലമാക്കി കൊടുക്ക് റഹ്മാനെ. എന്ത് ശിക്ഷകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും അത് നീ ഇല്ലാതാക്കണം റഹ്മാനെ. എൻ്റെ ഉപ്പയെ എനിക്ക് ദുനിയാവിൽ നിന്ന് കൂടുതലൊന്നും കാണാൻ പറ്റിയില്ല. പടച്ച റബ്ബേ, ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളെല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. എൻ്റെ പിതാവ് ഖബറിൽ എന്ത് അദാബ് സഹിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം നീ ലഘൂകരിച്ച് കൊടുക്ക് റഹ്മാനെ. എൻ്റെ പ്രിയപ്പെട്ട പിതാവാണ് ഈ മണ്ണിനടിയിലുള്ളത്. എൻ്റെ
ജീവിതത്തിലെ സന്തോഷങ്ങൾക്കൊന്നും കാത്തു നിൽക്കാതെ അദ്ദേഹം പോയി. അള്ളാഹുവേ, കണ്ടു കൊതി തീർന്നിട്ടില്ല, അതിനു മുമ്പേ എൻ്റെ ഉപ്പ എന്നെ പിരിഞ്ഞു പോയി. അള്ളാഹുവേ, യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടും എൻ്റെ ഉപ്പാക്ക് നീ ഖബറിൽ കൊടുക്കല്ലേ അല്ലാ. ഷമ്മാസ് ഹൃദയം പൊട്ടി ദുആ ചെയ്തു. ഉപ്പയുടെ മീസാങ്കല്ല് പിടിച്ചുകൊണ്ട് ഷമ്മാസ് പറഞ്ഞു, ഉപ്പാൻ്റെ പൊന്നു മോൻ്റെ ആഗ്രഹങ്ങൾക്ക് ഏകദേശം ശരിയായി തുടങ്ങിയിട്ടുണ്ട്. അതിനുപ്പാൻ്റെ കുട്ടിക്ക് അതിനിടക്ക് ചെറിയൊരു മർദ്ദനൊക്കെ ഏൽക്കേണ്ടി വന്നു. സാരമില്ല ഉപ്പ, എനിക്ക് ഇതെല്ലാം എൻ്റെ ഉപ്പയോട് നേരിട്ട് പറയാനായിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ഉപ്പ ജീവനോടെ ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഉപ്പ ഞാൻ ഖബറിനരികിലേക്ക് വന്നത്. ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ആ ഖബറിനരികിലുള്ള പുല്ലും കാടുമെല്ലാം ഷമ്മാസ് പറിച്ച് വൃത്തിയാക്കി. ആ മൈലാഞ്ചി ചെടികളിൽ പുതിയ പുതിയ ഇലകൾ ധാരാളമായി വന്നിട്ടുണ്ട്. അതെല്ലാം ഒടിച്ച് വൃത്തിയാക്കി നല്ല രീതിയിൽ തൻ്റെ ഉപ്പയുടെ ആ ഖബറിടം അവൻ വൃത്തിയാക്കി കൊടുത്തു. ഉപ്പയുടെ ഖബറിനരികിൽ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ തൻ്റെ ഉപ്പയെ തനിച്ചാക്കി പോകുന്നത് പോലെ ഷമ്മാസിന് അനുഭവപ്പെട്ടു. ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ഉപ്പയോട് സലാം പറഞ്ഞ് അവൻ വിതുമ്പ് കണ്ട് മുന്നോട്ട്. ഉസ്താദ് അതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആ ഉസ്താദ് വിചാരിച്ചു, പടച്ച റബ്ബേ, ഇങ്ങനെയൊക്കെ മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളുണ്ടാവുമോ? എനിക്കറിയില്ല, ഞാൻ കണ്ടിട്ടില്ല. അതും ഈ പ്രായത്തിലുള്ള ചെറുപ്പക്കാർ. ഹേയ്, കാണാൻ വഴിയില്ല. എല്ലാവർക്കും അവനവൻ്റെ കാര്യമാണ് വലുത്. അവനവൻ്റെ തിരക്കും എല്ലാം കൊണ്ട് ഒരിക്കലും മാതാപിതാക്കളെ ജീവിച്ചിരിക്കുന്നവരെ നോക്കാൻ തന്നെ ആർക്കും ഒഴിവില്ല. മരണപ്പെട്ട ഈ പിതാവിൻ്റെ ഖബറിനരികിൽ വന്ന് ആ ഖബറിടത്തിലുള്ള പുല്ലെല്ലാം പറിച്ച് അവിടെ ചെന്ന് ദ്വാ ചെയ്ത് എത്രമാത്രം സന്തോഷകരമായ കാഴ്ചകൾ. പടച്ചോനെ, ആ ഉമ്മാൻ്റെയും ഉപ്പാൻ്റെയും ഒരു ഭാഗ്യം തന്നെ ഇങ്ങനൊരു മോനുണ്ടായതിൽ. എനിക്കെങ്ങനെ ഇവനെക്കുറിച്ച് പറയണമെന്നറിയുന്നില്ല. അള്ളാ, നീ പഠിച്ചതാണല്ലോ ഇങ്ങനെയും ഓരോരുത്തരെ. എത്രയെത്ര രീതിയിലാണ് നീ എല്ലാവരെയും പടക്കുന്നത്. ഓരോരുത്തരുടെ സ്വഭാവ ഗുണങ്ങൾ ഇത് എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഈ പ്രായത്തിലുള്ള ഒരു ചെക്കന്മാർ പോലും പള്ളിയിൽ കയറാറില്ല. വെള്ളിയാഴ്ച വരും എന്നല്ലാതെ. എല്ലാവർക്കും തിരക്കാണ്, ബിസിയാണ്, ആരെയും കിട്ടില്ല ഒരു നേരത്തും. പക്ഷേ സുബഹിൻ്റെ നേരത്തൊന്നും ഒരാൾക്കും തിരക്കുണ്ടാവില്ല. എല്ലാവരും മൂടി പുതച്ച് ആ തണുപ്പിൽ കിടന്നുറങ്ങുമ്പോൾ ഷമ്മാസ് എന്നു പേരുള്ള അവനതാ തഹജ്ജുദിനെ എണീറ്റുകൊണ്ട് നിസ്കരിച്ച് പിന്നീട് നേരെ പള്ളിയിലേക്ക് വരികയാണ്. അത് ഏത് മഴയാണെങ്കിലും തണുപ്പാണെങ്കിലും അതങ്ങനെ തന്നെ. അല്ലാ, ഇങ്ങനത്തെ യുവാക്കളാണ് ഈ മഹലിന് ആവശ്യം. എന്നാലും ഈ ഒരു കാഴ്ച അത് തികച്ചും വ്യത്യസ്തമായതായിരുന്നു. അള്ളാഹുവേ, ദീർഘായുസ്സും ആഫിയത്തും വർദ്ധിപ്പിക്കണേ റഹ്മാനെ. അവൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം നീ സാധിപ്പിച്ചു കൊടുക്ക്. ഉസ്താദ് ദുആ ചെയ്തു. ആ പള്ളിക്കാട്ടിലെ ചെടികൾക്കിടയിലൂടെ ഷമ്മാസ് നടന്ന് ഉസ്താദിനരികിലെത്തി. മോനെ, ഉപ്പയുടെ ഖബറിടൊക്കെ ഉസ്താദേ, മഴയല്ലേ, ആകെ കാട് പിടിച്ച് കിടന്നിരുന്നു. അതായത് എനിക്കിപ്പോൾ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അല്ലെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ തന്നെ ഞാനത് വന്ന് വൃത്തിയാക്കാറുണ്ടായിരുന്നല്ലോ. ഇതിപ്പോൾ എനിക്ക് വരാൻ പറ്റാത്തത് കൊണ്ട് ഉപ്പയുടെ ഖബറിടം മൂടിക്കിടക്കുന്ന രീതിയിലായിരുന്നു. മോനെ, അതിപ്പോൾ മഴയല്ലേ, മഴയൊക്കെ ആകുമ്പോഴേ ഒരുപാട് കാടും പുല്ലൊക്കെ പൊന്തി നിറഞ്ഞ് കണ്ടില്ലേ, ഓരോ ഖബറിടമൊക്കെ തീരെ കാണാത്ത രീതിയിൽ ആയിട്ടുണ്ട്. മോനെ, ഒരുപാട് മക്കളുള്ള മാതാപിതാക്കളാണ് ഈ കിടക്കുന്നത് മുഴുവനും. അവർക്കെല്ലാവർക്കും മക്കളുണ്ട്, പക്ഷേ ഒരിക്കൽ പോലും ഖബറിനരികിൽ വരാത്ത പലരുമുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് ഒന്ന് ദുആ പോലും ചെയ്യാത്ത പല ആളുകളും ഉണ്ടാകും. അവരൊക്കെ കാത്തിരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ മക്കളൊന്ന് വന്നിരുന്നെങ്കിൽ എന്നൊക്കെ. പക്ഷേ എന്ത് ചെയ്യാം. അത് കേട്ടപ്പോൾ ഷമ്മാസിന് വിഷമമായി. ഉസ്താദേ, നമ്മുടെ ഈ പള്ളിയിലെ ഖബറിടമെല്ലാം ഒന്ന് പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കാൻ അത് ആരെങ്കിലും കിട്ടുമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കുമോ? ബാക്കി കാര്യമൊക്കെ ഞാൻ ചെയ്തു തരാം. അതിനുള്ള കൂലിയും കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റെടുത്തോളാം. കാരണം മക്കളില്ലാത്തവരുണ്ടാവും ഈ കൂട്ടത്തിൽ, മക്കൾ നോക്കാത്തവരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും.
അവർക്കൊക്കെ വേണ്ടിയിട്ട്, ഈ ഖബറാളികൾക്ക് വേണ്ടിയിട്ട് ഉസ്താദ് ഒന്ന് പ്രത്യേകം ദുആ ചെയ്യണം കേട്ടോ. അതിനുള്ളത് പ്രതിഫലമെല്ലാം ഞാൻ തരാം. പിന്നെ എല്ലായിടത്തും ഒന്ന് ക്ലിയർ ആക്കാൻ പറ്റുന്ന ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ പുല്ലും കാടൊക്കെ ഒന്ന് പറിച്ച്, മോനെ അതിപ്പോൾ ഒരുപാടുണ്ടല്ലോ, അതൊന്നും സാരില്ല, നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യുക, അതേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതൊക്കെ തന്നെയല്ലേ ഉസ്താദ് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഒരുപാട് സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ. ഉള്ളത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിച്ചാൽ പഠിച്ചവൻ്റെ ഭാഗത്ത് നിന്ന് നമുക്കതിൻ്റെ പ്രതിഫലം കിട്ടുമല്ലോ. മോനെ സത്യം പറഞ്ഞാൽ നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. എന്താണെന്നറിയില്ല ഉസ്താദെ, അതൊക്കെ നമ്മുടെ കടമയാണ്. മക്കളില്ലാത്തവർക്ക് ഒരുപാടുണ്ടാവും, വരാത്തവരുണ്ടാവും. എല്ലാം ഉമ്മയും ഉപ്പയും അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും ആ വേദനയുള്ള ഹൃദയങ്ങൾ. ഉസ്താദെ ഞാൻ ഇറങ്ങട്ടെ. അസ്സലാമു അലൈക്കും. ആ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉമ്മ കാത്തു നിൽക്കുന്നുണ്ടാവേ, കാരണം ഒരുപാട് ദിവസമായില്ലേ പള്ളിയിലേക്കൊക്കെ വന്നിട്ട്. അപ്പോൾ ഉമ്മാക്കൊരു ബേജാറായിരിക്കും, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ. ആ ശരി മോനെ. ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട് ഉസ്താദിൻ്റെ കണ്ണുകൾ ശരിക്കും നിറഞ്ഞിരുന്നു. ഇങ്ങനെയുണ്ടല്ലോ പഠിച്ചോനെ യുവാക്കൾ, എന്തൊരു നല്ല മോന്. പഠിച്ച റബ്ബേ, ആ കുട്ടിക്ക് നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ. പള്ളിക്കാടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. എന്തായാലും പഠിച്ചോനെ, ഓരോ മക്കളുടെ ബുദ്ധി. സ്വന്തം മാതാപിതാക്കളെ പോലും തിരിഞ്ഞു നോക്കാത്ത എത്രയോ ആളുകളുണ്ട്. മരിച്ച് ആ ഖബറിൽ കൊണ്ടുപോയിടും, അതന്നെ. പിന്നെ തിരിഞ്ഞു നോക്കാത്ത പലരുമുണ്ട്. അവർക്കൊക്കെ ഈ മോനൊരു മാതൃക തന്നെയാണ്. ഷമ്മാസിൻ്റെ ഉമ്മ സിറ്റ് ഔട്ടിൽ ഇരിക്കുകയാണ്. പഠിച്ച റബ്ബേ, ഈ കുട്ടിനെ കാണാനില്ലല്ലോ, എത്ര നേരമായി റബ്ബേ പോയിട്ട്. എനിക്ക് പേടിയാണ് വിടാൻ തന്നെ. ഫോണും കൊണ്ടുപോയിട്ടില്ല. ഓൻ പിന്നെ പള്ളിയിൽ പോകുമ്പോൾ ഫോണൊന്നും കൊണ്ടുപോകാറുമില്ല. ഒന്ന് വിളിച്ചു നോക്കേനു. ഉമ്മ ബേജാറായി മുറ്റത്തേക്ക് ഇറങ്ങി നിന്നു. പഠിച്ചോനെ, എൻ്റെ കുട്ടി ഇപ്പോൾ എല്ലാം കഴിഞ്ഞൊന്ന് എണീറ്റ് നടന്നിട്ടുള്ളൂ. അല്ലാ, വേഗം പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം, അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. എല്ലാം പഠിച്ചോൻ്റെ അടുത്തല്ലേ. ഉമ്മാക്ക് ഒരു സമാധാനവുമില്ല. പെട്ടെന്ന് നവാസിൻ്റെ കുട്ടി വന്ന് ഉമ്മയുടെ കൈ പിടിക്കുന്നു. ഉമ്മമ്മ, നിങ്ങളെന്താ മുറ്റത്ത് രാവിലെ തന്നെ ഇറങ്ങി നിൽക്കുന്നത്? മോളെ, ആപ്പാപ്പാനെ കാത്തുക്കാണ്. ആപ്പാപ്പ പോയോ? ആപ്പാപ്പ പള്ളിയിലേക്ക് പോയതല്ലേ, ഉപ്പപ്പാനെ കാണാൻ. ഉപ്പപ്പാൻ്റെ അടുത്ത് പോയിട്ട് ദുആ ചെയ്യണ്ടേ? എന്നാലല്ലേ ഉപ്പപ്പാക്ക് സ്വർഗം കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ദ്വാരക്കാതിരിക്കാൻ പറ്റൂലല്ലോ. ഉമ്മമ്മ, അതെന്താ ആപ്പാപ്പ മാത്രം പള്ളിയിൽ പോണത് ഉപ്പപ്പാൻ്റെ അടുത്തേക്ക്? വേറെ ആരും പോവാറില്ല? കുട്ടിയുടെ ആ ചോദ്യത്തിന് മുമ്പിൽ ഉമ്മാക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. പഠിച്ചോനെ, കുട്ടികൾ വരെ ചോദിക്കുന്നു. ഉമ്മമ്മ, ആപ്പാപ്പ വന്നിട്ടാണോ ചായ കുടിക്കുക? മോളെ, ഉമ്മച്ചിനോട് എടുത്തുതരാൻ പറയ് ചായ. കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൊടിയൊക്കെ ഞാനിവിടെ വാട്ടി വെച്ചിക്കണ്. ഓനെ കാണാൻ എനിക്കൊരു സമാധാനമില്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിക്കണ്. എന്തായാലും ഷാമോനെ കാണാതെ എനിക്കൊരു സമാധാനമല്ല. അതാണ് ഉമ്മമ്മ ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്നത്. ഫസീലയുടെ കാര്യത്തിൽ കാര്യമായൊരു മാറ്റമൊന്നും കണ്ടില്ല. ഇനി ഉണ്ടായിരുന്നോ അറിയില്ല. ഉമ്മ വന്നപ്പോൾ പഴയ പടി തന്നെ അവൾ അടുക്കളയിലേക്ക് ഇറങ്ങാതെ ആയിട്ടുണ്ട്. എന്നാലും കുറച്ച് നാവിനൽപ്പം കുറവുണ്ട്. ഉമ്മ വിചാരിച്ചു അതുതന്നെ വലിയൊരു ഭാഗ്യം. പഠിച്ചോനെ, അല്ലെങ്കിൽ ഒന്നും മിണ്ടാനും പറയാനും ഒന്നിനും പറ്റൂലായിരുന്നു, സമാധാനമില്ലായിരുന്നു. പക്ഷേ അവളും മറ്റുള്ളൊന്നും അറിഞ്ഞിട്ടില്ല എൻ്റെ നുസൈബാണ് എൻ്റെ ഷമ്മാസിൻ്റെ മണവാട്ടിയായി വരുന്നത് എന്നുള്ളത്. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ, അറിയണ്ട. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് ഇല്ലാതാക്കും. ഗേറ്റ് കടന്നുകൊണ്ട് അതാ ഷമ്മാസ് അകത്തേക്ക് വരുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ലമ്മ, എന്തപ്പോൾ ഈ മയപ്പാറിലിങ്ങനെ മുറ്റത്ത് വന്നിരിക്കണേ? മോനെ, കാണാനില്ലായിട്ട് ഒരു സമാധാനം തോന്നിയില്ല. കടി ഉണ്ടാക്കുന്നിടത്തുനിന്ന് ഇങ്ങോട്ട് പോകുന്നതാണ് ഞാൻ. സത്യം പറഞ്ഞാൽ എനിക്കിപ്പോൾ പേടിയാണടാ ഈ പുറത്ത് പോകാമെന്ന് പറയുമ്പോൾ തന്നെ. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം ഉമ്മ, ഇത് നമ്മുടെ പള്ളിയിലേക്കല്ലേ പോയത്. ഉപ്പയുടെ അരികിലേക്കും പോയി. പിന്നെ ഉസ്താദിനെ കണ്ട് സംസാരിച്ചു. അതിപ്പോൾ എന്താ പേടിക്കാൻ മോനെ? അറിയില്ല, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പുറത്തേക്ക് വീണ് ഇപ്പോൾ പേടിയാണ്. ആരൊക്കെയോ എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്നൊക്കെ തോന്നണം. ഹേയ് ഉമ്മ, അതൊക്കെ നിങ്ങളെ തോന്നലാണ്. ഇനിയിപ്പോൾ അങ്ങനെ ആയാലും എന്താ? നമ്മളറിയാത്ത രീതിയിൽ നമ്മളാരെങ്കിലും ഉപദ്രവിച്ചാൽ, നമ്മളെ വധിച്ചാൽ നമുക്ക് ഷഹീദിൻ്റെ കൂലി കിട്ടും. കാരണം നമ്മളൊന്നും അറിയുന്നില്ല, എന്തിനാണ് എന്ന് പോലും അറിയുന്നില്ല. അപ്പം മോനെ, അന്ന് നിന്നെ ഉപദ്രവിച്ചത് ഉമ്മ അതൊരു ആക്സിഡൻ്റ് ആയിരിക്കും.
ഞാൻ വെറുതെ പറഞ്ഞതാ. മോനെ, നീ എൻ്റെ മുഖത്ത് നോക്കി കളവ് പറയരുത്. നീ അന്ന് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത്. എൻ്റെ കാറിനാരോ കൈ കാണിച്ചു. 2 ചെറിയ കുഞ്ഞുങ്ങളും ഉള്ളൊരു സ്ത്രീയെ ഞാൻ വണ്ടി നിർത്തി ഒരു കുഞ്ഞിനെ അകത്തേക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് വണ്ടിയിൽ നിന്നിറങ്ങി. അപ്പോഴാണ് ക്ഷതേറ്റത് എന്നൊക്കെ. അതൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. എന്താ നീ വിഷയം മാറ്റി പറയണോ? ഉമ്മ, അതൊന്നും എനിക്ക് ഓർമ്മയില്ല. അതൊന്നും സാരല്ല. കണ്ടോ, എൻ്റെ കുട്ടി ഇങ്ങനെ ക്ഷമിക്കും. നിനക്കിതിൻ്റെ പേരിൽ പോയിട്ടെന്താ ഒരു കേസ് കൊടുത്തൂടെ? ഹേയ്, എന്തിനാ ഉമ്മ? നമ്മൾ കേസും കൂട്ടായിട്ട് ജീവിക്കേണ്ട ആളുകളാണോ ഇവിടെ? നമ്മൾ നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കേണ്ടവരല്ലേ? പഠിച്ചവന് വേണ്ടിയല്ലേ നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത്? നമ്മളെ ഉപദ്രവിക്കാൻ ഒരുപാട് ആളുകളുണ്ടാവും. അതിനൊന്നും തിരിച്ച് ഉപദ്രവിക്കാനോ ഒന്നും പാടില്ല. ഒന്നും നമ്മൾ ക്ഷമിക്കണം. നമ്മുടെ മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്രയെത്ര വേദനയേറിയ അനുഭവങ്ങളാണ് അവർ സമ്മാനിച്ചിരുന്നത്. നമ്മുടെ ഹബീബ് എന്തെങ്കിലും പ്രതികരിച്ചോ? ഇല്ല. എന്തെങ്കിലും അവരോട് പറഞ്ഞോ? ഒരിക്കലുമില്ല. എന്താണ് നമ്മുടെ മുത്ത് ഹബീബ് പറഞ്ഞത്? അത് അവരറിവില്ലാത്തവരല്ലേ, അവർക്ക് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു എന്നാണ് പറഞ്ഞത്. മോനെ, അതൊക്കെ പറയാം, പക്ഷേ എൻ്റെ പൊന്നു മോനെ തൊട്ട് കളിച്ചാൽ ഞാൻ പുറത്തു കൊടുക്കില്ല കേട്ടോ ആർക്കും. കാരണം എൻ്റെ മോന് അത്രക്കും നിഷ്കളങ്കനായ ആളാണ്. ഒരാളോടും വെറുപ്പും വിദ്വേഷവും ഇല്ലാത്ത, ഇങ്ങോട്ട് എന്തൊക്കെ തന്നെ കാട്ടിയാലും അങ്ങോട്ട് ക്ഷമിച്ചു നൽകുന്ന ആളാണ് എൻ്റെ മോനെ. അതുകൊണ്ട് ഹേയ്, ഈ ഉമ്മാക്ക് പൊറുക്കാൻ കഴിയില്ല. ഉമ്മ, നമ്മളതൊക്കെ മനസ്സിനെ പറഞ്ഞ് ശീലിപ്പിക്കണം. ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അള്ളാഹു എന്നല്ലേ? അത് നമുക്ക് വേണ്ടേ? അള്ളാഹു നമ്മളെ കൂടെ വേണം. അതിന് നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. മോനെ, എന്നാലും എൻ്റെ കുട്ടിയുടെ ജീവനെങ്ങാനും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? തിരിച്ചു വന്നല്ലോ ഉമ്മയുടെ പൊന്നുമോൻ, പിന്നെന്താ? ഉമ്മയും ഷമ്മാസും അകത്തേക്ക് കയറി. ആ അപ്പാപ്പാ എന്ന് പറഞ്ഞ് അതാ കുട്ടി വരുന്നു. ആ അപ്പാപ്പാൻ്റെ പൊന്നു മോളെവിടെ? അവളെ ആപ്പാപ്പ കോരിയെടുത്തു. മോനെ, നിനക്ക് മൊത്തത്തിൽ ശരീരത്തിന് ഡേഞ്ചർ പറ്റിയതാണ്. ഇനിയും നീ ആ കുഞ്ഞിനെ ഒന്ന് എടുത്ത് പൊക്കല്ലേ. കുറച്ച് കഴിഞ്ഞോട്ടെ. 4-5 വയസ്സായില്ലേ, കുറച്ച് വെയിറ്റും ഉണ്ട്. കുറച്ച് കഴിഞ്ഞിട്ടാക്കാം മോനെ. ഇപ്പോൾ ഒന്ന് ഉറക്കട്ടെ ശരീരമൊക്കെ ഒന്ന്. ഉമ്മ, ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതൊക്കെ ക്ലിയർ ആണല്ലോ. ഉമ്മാസ് ഡ്രസ്സ് മാറി നേരെ അടുക്കളയിലേക്ക്. ഉമ്മ അപ്പോഴേക്കും ആ പൊടിയെല്ലാം വാട്ടി വെച്ചത് കുഴക്കുന്നുണ്ടായിരുന്നു. ഉമ്മ, ഇത് എപ്പോൾ വാട്ടി വെച്ചതാണ് മോനെ? വാട്ടി വെച്ച് നിന്നെ കാണാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതുമ്മ ഒന്നുമല്ലായിരുന്നു. കുറച്ച് സമയം ഉപ്പയുടെ ആ ഖബറിനരികിലൊക്കെ പോയി അവിടെ പുല്ലും കാടും എല്ലാം പറിച്ച് ഒഴിവാക്കി അങ്ങനെ കുറച്ച് നേരം വൈകിയതാണ്. ഉമ്മ ആ പൊടിയെല്ലാം തളികയിലേക്കിട്ട് കുഴക്കുവാൻ ഒരുങ്ങുന്നു. ഉമ്മ, മാറി നിൽക്കൂ. എൻ്റെ ഉമ്മ അവിടെ ഇരുന്നോളൂ. മോനെ, സമയം കുറച്ച് വൈകിപ്പോയി. സാരല്ല ഉമ്മ. ഷമ്മാസദാം നല്ല രീതിയിൽ കൈയൊക്കെ കഴുകി വൃത്തിയാക്കി ഉമ്മ വാട്ടിവെച്ച ആ പൊടിയെല്ലാം എടുത്ത് കുഴക്കുന്നു. ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്ത് അതാ വെള്ളത്തിലിട്ടിരിക്കുന്നു. പത്തിരിയും ചിക്കൻ കറിയും. ഉമ്മ, ഈ ഒരു പരിപാടി ഞാൻ നോക്കിക്കോളാം. ഇത് എനിക്കിപ്പോൾ ശീലമായല്ലോ. നല്ലോണം കുഴച്ച് നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുത്ത് അതിങ്ങനെ പ്രസ്സിലമർത്തി പൊടി തട്ടിയെടുക്കാനല്ലേ ഉമ്മ. അത് ഞാൻ ചെയ്തോളാം. എൻ്റെ ഉമ്മ കറിക്കുള്ളത് നോക്കിക്കോളും. മോനെ, എൻ്റെ കുട്ടി കുറേ എന്നെ സഹായിച്ചിരിക്കണല്ലോ. ഇനിയിപ്പോൾ അതിനൊന്നും ആയിട്ടില്ല. അതെ, എൻ്റെ മോനെ അവിടെ ഇരുന്നോ. അതിനൊന്നും ആയിട്ടില്ല. ഇതൊക്കെ നല്ല ഊക്കിലിട്ട് കുഴക്കേണ്ട സാധനമാണ് ഉമ്മ. എനിക്ക് പരിചയമുണ്ടല്ലോ. എല്ലാം ഉമ്മയുടെ അടുക്കൽ നിന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ആയിക്കോട്ടെ, എൻ്റെ മോൻ ഇപ്പോൾ തൽക്കാലം മാറി നിൽക്ക്. എന്താണെന്നോ, ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. ഇപ്പോൾ തന്നെ എന്നെക്കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കാൻ പാടുണ്ടോ? ഉമ്മ, അതൊന്നും സാരല്ല. ഉമ്മമാരൊക്കെ സഹായിച്ചാലേ ആരോഗ്യം കൂടെ ഉണ്ടാകുക, അല്ലാതെ ആരോഗ്യം കുറയല്ല. ഒന്നുമ്മ മാറി അവിടെ ഇരിക്കുമോ? ഞാനൊക്കെ ചെയ്തോളാം. എനിക്കൊരു കുഴപ്പമില്ല. നിങ്ങളുടെ ആ പ്രാർത്ഥന കിട്ടിയാൽ തന്നെ ഞാൻ രക്ഷപ്പെട്ടില്ലേ. എൻ്റെ ശരീരത്തിൽ ഓടുന്ന ആ ഒരു രക്തത്തിന് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ആ ഒരു ഫലമുണ്ട് നല്ല രീതിയിൽ. അല്ലെങ്കിൽ ഷമ്മാസ് എന്നേക്കുമായി ഈ ലോകം വിട്ട് പോയിരുന്നു. മോനെ, പ്ലീസ് അങ്ങനെയൊന്നും പറയില്ല മോനെ. അല്ലമ്മ, സത്യമായിട്ടും എൻ്റെ ഉമ്മയുടെ കൈകൾ ആകാശത്തേക്ക് ഉയർത്തി ഉമ്മ എത്രമാത്രം പ്രാർത്ഥിക്കുന്നു എനിക്ക് വേണ്ടി. അതിനനുസരിച്ചായിട്ട് എനിക്കെന്തെന്നറിയില്ല, സന്തോഷവും സമാധാനവും ആരോഗ്യവും കൂടിക്കൊണ്ട് വരും. അത് സത്യമാണുമ്മ. ഉമ്മയുടെ കൈകളുണ്ടാകുമ്പോൾ പേടിക്കേണ്ട എന്നല്ലേ. എൻ്റെ ഉമ്മ ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എനിക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല.
അതെല്ലാം കേട്ട് ഉമ്മയുടെ കണ്ണുകൾ നിറയുകയാണ്. ഹേയ്, എന്താ കരയേ? എന്തിനാ കരയുന്നത്? ഞാൻ രക്ഷപ്പെട്ട് ഇങ്ങനെയൊക്കെ എത്തിയില്ലേ ഉമ്മ? എൻ്റെ ഉപ്പയുടെ ഖബറിനരികിലേക്ക് പോകാൻ എത്തിയില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ ആ ഹോസ്പിറ്റൽ കിടക്കയിൽ കിടക്കുമ്പോഴേ ഞാൻ വിചാരിച്ചിരുന്നു എൻ്റെ ഉപ്പയുടെ അടുക്കലേക്കൊന്നും ഒരിക്കലും എനിക്ക് പ്രാർത്ഥിക്കാൻ പോകാൻ കഴിയില്ല എന്നൊക്കെ. എന്നാലും അൽഹംദുലില്ലാ റാഹത്താണ് മോനെ. പിന്നെ എൻ്റെ കുട്ടിയെ, നമുക്ക് പെട്ടെന്ന് നിന്ന കാര്യങ്ങൾ നീ പള്ളിയിൽ ഉസ്താദിനോടൊന്ന് കാര്യങ്ങളൊന്നും കൂടി പറയൂട്ടോ. ഇനിയിപ്പോൾ അധികം വൈകിപ്പിക്കണ്ട. ആ കുട്ടിയുടെ എക്സാമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ എന്താ, കാര്യപ്പെട്ടവരോടൊക്കെ സംസാരിച്ച് പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. നിക്കാഹാണ്ട് കഴിച്ചിട്ടാലേ വലിയ സമാധാനമായി. പിന്നെ എന്നാൽ പിന്നെ അതിന് നിൽക്കണ്ടല്ലോ. പിന്നെ അവൾക്ക് പിന്നെ പരിചയമില്ലാത്ത കേടും അതുമില്ല. എല്ലാം അവൾക്ക് അറിയുന്നതാണ് ഈ വീടിനെ കുറിച്ചും എല്ലാം. കാരണം എൻ്റെ കൂടെ എല്ലാത്തിനും അവൾ നിന്നതായിരുന്നു. പെട്ടെന്നാണ് അതാ ഫസീല ഇറങ്ങി വരുന്നത്. ഒരു നിമിഷം ഷമ്മാസിൻ്റെയും ഉമ്മയുടെയും സംഭാഷണം അവൾ കേൾക്കുവാൻ വേണ്ടി അവിടെ തന്നെ നിന്നു. ഉമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ നമ്മൾ രണ്ടു കൂട്ടർക്കാർക്കും ഒന്നും സംസാരിക്കാനും ഇതിനൊന്നുമില്ല. എല്ലാം പരസ്പരം കണ്ടറിഞ്ഞ പോലെ തന്നെയാണ്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കാര്യമായിട്ട് ഒരു ഡേറ്റ് ഫിക്സ് ആക്കുക. ഇനിയിപ്പോൾ നമ്മൾ കാണേണ്ട ആവശ്യമില്ലല്ലോ. ഡേറ്റ് ഫിക്സ് ആക്കുക, നിക്കാഹിനുള്ള കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ചെയ്യുക. എന്നാൽ പിന്നെ എന്തായാലും വേണ്ടില്ല, അമ്മക്ക് പിന്നെ സമാധാനത്തോടെ അങ്ങോട്ട് കണ്ണെടുക്കാമല്ലോ. ഇനിയിപ്പോൾ എൻ്റെ ഇഷ്ടം പോലെ തന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് ഞാൻ ഒരിക്കലും നിർബന്ധിക്കണില്ല അന്നെ. പിന്നെ പുറത്ത് എവിടെയെങ്കിലും താമസിക്കുക എന്ന് വെച്ചാൽ അതിന് വീടൊക്കെ ഒന്ന് വാങ്ങുക അല്ലെങ്കിൽ എടുക്കുകയൊക്കെ വേണ്ടി വരുമല്ലേ. എന്തായാലും വേണ്ടിയില്ല. നിക്കാഹാണ്ട് കഴിച്ചിടുക എന്ന് വെച്ചാൽ അതൊരു ബലമാണ്. അത് കഴിച്ചിട്ടാൽ പിന്നെ ഓളിഞ്ഞപ്പോൾ കുറച്ച് ദിവസം ഓളെ വീട്ടിലാണെങ്കിലും. ഉമ്മ, എന്താ നിങ്ങൾ പറയുന്നത്? നിക്കാഹ് കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ നിൽക്കാറുമ്പോൾ അതൊരു അല്ല മോനെ. ഞാൻ പറയേ, അനക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിലേ ഉമ്മ, അങ്ങനെയൊന്നുമില്ല. എല്ലാം ഉമ്മയുടെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്യുക. അല്ല മോനെ, ഇനിയിപ്പോൾ അവൾക്ക് ഇങ്ങോട്ട് വരാൻ വല്ല ബുദ്ധിമുട്ടും തോന്നുകയാണെങ്കിലോ നമ്മൾ അതും കൂടി ചോദിക്കണ്ടേ? ഒന്നും നമുക്കറിയില്ലല്ലോ സംഭവം ഇതന്നെയാണ് അത് എന്നുള്ളതൊന്നും. അപ്പോൾ ഓളോട് ആ കുട്ടിയുടെ സമ്മതം നമുക്ക് ചോദിക്കാം. ചോദിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാം. നീ ഈ വീട്ടിലേക്ക് വരാൻ അവൾക്ക് താല്പര്യക്കുറവുണ്ട് എന്നുണ്ടെങ്കിൽ വേഗം എൻ്റെ ഒരു വില്ല, ഒരുപാട് വില്ലകളൊക്കെ അതങ്ങനെ കിട്ടാണ്ടല്ലോ, ഫ്ലാറ്റും വില്ലയൊക്കെ, അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് അവിടെ താമസിക്കുക. ഉമ്മ, എനിക്ക് ഉമ്മയില്ലാതെ മോനെ, അതിനെന്താ, ഇടയ്ക്കൊക്കെ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് അങ്ങോട്ട് വരണ്ട്. അതായിരിക്കും നല്ലത്. അല്ലാതെ എന്നും ഇപ്പോൾ ഉമ്മാക്ക് അങ്ങോട്ട് വരാനൊന്നും പറ്റൂല. അത് കേട്ട് ഷമ്മാസിന് നല്ല നിരാശയായി. ഉമ്മ, എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു കാര്യം, ഒരു അഭ്യർത്ഥനയുണ്ട്, ഒരു അപേക്ഷയുണ്ട്. എന്താ മോനെ? എൻ്റെ ഉമ്മ ഉള്ളിടത്ത് ജീവിക്കാനാണ് എനിക്കിഷ്ടം. സത്യമായിട്ടും എൻ്റെ ഭാര്യയെ കൂട്ടിയാണെങ്കിലും എനിക്ക് എൻ്റെ കുടുംബത്തോടൊപ്പം എൻ്റെ ഉമ്മയോടൊപ്പം ജീവിക്കണമെന്ന് ഒറ്റയ്ക്കൊരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ ഒരു സുഖം എനിക്ക് വേണ്ട. എനിക്കെൻ്റെ ഉമ്മ വേണം. ഉമ്മയില്ലാതെ എന്താ ഉമ്മ? നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ അങ്ങനെ റാഹത്തോടു കൂടി ജീവിക്കാൻ അത് വല്ലാത്തൊരു സുഖമാണ്. ഇതിപ്പോൾ നിങ്ങളെ കൺമുമ്പിൽ ഇല്ലാതെ, ഹേയ് ഷമ്മാസ്, ഒരിക്കലും ഞാനത് ആഗ്രഹിക്കുന്നേ ഇല്ല. എനിക്കത് ഇഷ്ടമല്ല ഉമ്മ. എനിക്ക് ജീവിക്കുകയാണെങ്കിൽ ഉമ്മയോടൊപ്പം. അതല്ലെങ്കിൽ ഷമ്മാസിൻ്റെ ആ വാക്കുകൾ കേട്ട് ഉമ്മ പടച്ച റബ്ബിനെ സ്തുതിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹുവേ, എന്തൊരു മോനാണ് എനിക്ക് നീ നൽകിയത്. ഇത്രക്കും എന്നെ കെയർ ചെയ്യുന്നൊരു മോനെ. അള്ളാഹു എൻ്റെ കുട്ടിക്ക് ജീവിതത്തിലുടനീളം നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യ് റഹ്മാനെ. ആമീൻ. ആ ഉമ്മ പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. മോനെ, എന്നാൽ മോൻ്റെ ഇഷ്ടം പോലെയൊക്കെ ഉമ്മ ഒന്നും പറയുന്നില്ല. പിന്നെ മോനെന്നെ വിളിച്ച് ആദ്യം നിക്കാഹ് കഴിയട്ടെ, അത് കഴിഞ്ഞതിൻ്റെ മോളെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണ് സംഭവം. നിക്കാഹ് ഞാൻ നേരിട്ട് തന്നെ ചോദിക്കാമല്ലോ അല്ലേ? ഉമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് ഷമ്മാസ് നാണം കൊണ്ട് തല താഴ്ത്തി. ഈ ഉമ്മയുടെ ഒരു തമാശ. അപ്പോളേ മോനെ, നിക്കാഹ് കഴിഞ്ഞിട്ട് എൻ്റെ മോൻ ചോദിക്ക് ഓളോട് ഓളെ ഇഷ്ടങ്ങൾ. അല്ലെങ്കിൽ അതിന് മുമ്പ് ചോദിച്ചാലും കുഴപ്പമൊന്നുമില്ല. അതിനനുസരിച്ചൊക്കെ ചെയ്യാം. അതായിരിക്കും നല്ലത്. പിന്നെ അങ്ങനെ തെറ്റുകളിലേക്കൊന്നും വന്ന് വീഴുന്ന ബുദ്ധി വിവേകമൊന്നുമില്ലാത്ത പെൺകുട്ടിയല്ല കേട്ടോ അവളെന്ന് വെച്ചാൽ കാര്യങ്ങൾ അതിനനുസരിച്ച് ചെയ്യുന്ന കുട്ടിയാണ്. എനിക്ക് 8 മാസത്തെ പരിചയമുണ്ട് മോനെ ഇവിടെ.
അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്കും ധൈര്യമായി നിന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അതെല്ലാം കേട്ട് ഫസീല ഞെട്ടിധരിക്കുകയാണ്. എന്തൊക്കെയാണ് തള്ളിയും മോനും കൂടെ ഇവിടെ പറഞ്ഞുണ്ടാക്കുന്നത്? ആര് കെട്ടേണ്ട കാര്യമാണ് ഇവരീ പുലമ്പുന്നത്? ഒരു നിമിഷം അവർ പറയുന്നതെല്ലാം കാതോർത്തുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. ഫസീല മൊത്തത്തിൽ ഇപ്പോൾ ആകെ ഒരു ടയേർഡാണ്. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്ലാനിംഗ് ഒന്നും വിജയിക്കാതെ പോയി, ഒക്കെ ചീറ്റിപ്പോയി. അന്ന് ഞാൻ തെറ്റിപ്പോയ സമയത്ത് ഞാൻ കരുതി നവാസ്ക ഞാനില്ലാതെ ജീവിക്കില്ല എന്ന്. ഓരോ ദിവസവും എന്നെയും കുഞ്ഞിനെയും കൊണ്ടുവരാൻ വരുമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ ആങ്ങളുടെ വീട്ടിലേക്ക് പോയി അഹങ്കാരത്തോടെ. അവിടെ നിന്ന് ചാടിപ്പോരേണ്ടി വന്നു. അവിടെ ഒരു വേലക്കാരിയുടെ റോളാണ് എനിക്ക് കിട്ടിയത്. അതെല്ലാം നശിച്ചു. പിന്നീട് വീട്ടിലെത്തി, അപ്പോഴും ഒരു സുഖമില്ല. ഒടുവിൽ ഇറങ്ങിപ്പോരേണ്ടി വന്നു. പോയതേ സ്പീഡിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓട്ടോ വിളിച്ച് ഇങ്ങോട്ടെത്തി. കാറിൽ കൊണ്ടുവരാൻ വന്ന ആങ്ങള പോലും എൻ്റെ ഭാഗം നിന്നില്ല. അവനും എന്നെ ഒഴിവാക്കുന്ന രീതിയിൽ. ഒടുവിൽ ഞാൻ ഇങ്ങോട്ട് ഒരു പട്ടിയെപ്പോലെ കയറി വന്നു. അയ്യേ, നാണക്കേട്, എല്ലാം കൊണ്ട് നാണക്കേടുണ്ട്. നവാസ്കാക്ക് എന്നോട് ഒരല്പമെങ്കിലും സ്നേഹം ഉണ്ടാവുമെന്ന് കരുതിയിരുന്നു. അതുമില്ല, ഒന്നുമില്ല. അതെല്ലാം മനസ്സിലൊരു ഭാരമായിട്ട് കിടക്കുന്നുണ്ട് ഫസീലക്ക്. അതിനിടയിൽ കൂടെയാണ് ഈ ഒരു വാർത്ത, അതായത് ഷമ്മാസും ഉമ്മയും സംസാരിക്കുന്നതും കേൾക്കാനിടയായത്. അവൾക്ക് എല്ലാം കൂടി തലയിലായി, തല പൊട്ടിത്തെറിക്കും എന്നുവരെ തോന്നിപ്പോവുകയാണ്. ഞാൻ എല്ലായിടത്തും തോറ്റുപോയി. ഒരിക്കലും ഈ ഒരു തോൽവി ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് ജയിക്കണം. ഇവരെല്ലാവരും കൂടി എന്നെ ഒരു വിഡ്ഢിയാക്കുകയാണ്, എന്നൊരു പൊട്ടത്തിയാക്കുകയാണ്. എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല. അവൾ ഓരോന്ന് പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഷമ്മാസിൻ്റെ ഫോൺ ബെല്ലടിക്കുന്നു. അവനതെടുക്കാൻ വേണ്ടിയിട്ട് അതാ അടുക്കളയിൽ നിന്ന് തൻ്റെ റൂമിലേക്ക് പോകുന്നു. ഡൈനിങ് ഹാളിൽ ഇത്താത്ത എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നു. അത് കണ്ട് ഷമ്മാസ് ഞെട്ടി. ഷമ്മാസിന് ആകെയുള്ള ഭയം മറ്റൊന്നുമല്ല, ഞാനും ഉമ്മയുമെല്ലാം പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നായിരുന്നു പേടി. കാരണം എല്ലാം ഒത്ത് നല്ല രീതിയിൽ ക്ലിയറായി വന്നിരിക്കുന്നു. ഇനിയൊരു തടസ്സമില്ലാതെ പെട്ടെന്ന് നിക്കാഹ് കഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ തന്നെ ഇഷ്ടമില്ലാത്ത പലരും ഉണ്ടാവും. പലതും മുടക്കുവാൻ വേണ്ടി ശ്രമിക്കും, ഇല്ലാതാക്കുവാൻ വേണ്ടി ശ്രമിക്കും. പടച്ചോനെ നീ കാക്ക്. ഷമ്മാസ് അള്ളാഹുവിനോട് ദുആ ചെയ്തു.